വയസ്സിലും മുടി നരയ്ക്കത്തില്ല. പ്രായം ഏതുമാകട്ടെ, നമുക്ക് മുടി നരച്ച മുടീനെ കറുപ്പിക്കാനും അതുപോലെ മീശ കറുപ്പിക്കാനും ഇത് കൊണ്ടൊന്ന് തൊട്ടാൽ മതി. ഈ പൊടിയിൽ ഈ സൂത്രം കൂടെ ചേർത്ത് നോക്കുവാണെങ്കിൽ നരച്ച മുടി പെട്ടെന്ന് കട്ടക്കറുപ്പാകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല റിസൾട്ട്, 100% റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ ഇപ്പം നരച്ച് വരുന്ന സമയങ്ങളിൽ മുടിയൊക്കെ നരയ്ക്കുന്ന സമയമാണ്. അപ്പോൾ കുട്ടികൾക്കും ഇത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. കെമിക്കലൊന്നും മേടിച്ച് ആടി തലയിലേക്ക് പാറ്റി അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന നീലാമ്പരി പൊടിയാണ് കേട്ടോ. അപ്പോൾ ഈ നീലാമ്പരി അലർജി ഉള്ളവർക്ക് പോലും ഇങ്ങനെ ചെയ്താൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നീലാമ്പരി അലർജി ഉള്ളവർ ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പക്ഷെ നീലാമ്പരി ഉപയോഗിക്കുന്നവർ നല്ല ക്വാളിറ്റിയുള്ള നീലാമ്പരി മേടിക്കുക. ഇൻഡിക്ക പൗഡർ നീലാമ്പരി എന്ന് പറയുന്ന രണ്ട് വ്യത്യാസം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിലേക്ക് നമ്മൾ നീലാമ്പരി മേടിക്കുമ്പോഴത്തേക്ക് അതിൽ നീലാമ്പരി അടങ്ങിയിട്ടുണ്ടോ അതെല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് മേടിക്കാവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഞാൻ മേടിക്കുന്നത് വനശ്രീയുടെ നീലമരിപ്പൊടിയാണ്. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുവാണെങ്കിൽ ഇത് മേടിച്ചോളൂ. പിന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ തലയിലേക്ക് അപ്പോൾ അലർജി ഉള്ളവർ കേട്ടോ. എനിക്കിപ്പോൾ ഇതിനൊന്നും അലർജി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഈ നീലമരിപ്പൊടി ഇടുന്നതിന് മുമ്പ് ഹെന്ന തലയിൽ ചെയ്തിരിക്കണം. മാസത്തിൽ ഒന്നേ ഹെന്ന ചെയ്യാൻ പാടുള്ളൂ. ഹെന്ന തലയിൽ ചെയ്തിരിക്കണം. അതിന് ശേഷം മാത്രമേ നീലാമ്പരി തലയിലേക്ക് ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ, ഇപ്പോൾ ഇക്കയുടെ മീശയിലാണ് ഞാൻ കൂടെ, ഇപ്പോൾ എൻ്റെ തലമുടിയിലുമാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് 1 ടീസ്പൂൺ ചെറിയ നരയേ ഉള്ളൂ. അപ്പോൾ ഇക്കയുടെ മീശയിലാകുമ്പോൾ കുറച്ച് നമുക്ക് ആവശ്യമുള്ളൂ. 1-2 ടീസ്പൂൺ നിങ്ങൾക്ക് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ 1.5 ടീസ്പൂൺ അടുത്ത് 2 ടീസ്പൂൺ അടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്ന ഒരു പിഞ്ച് ഉപ്പാണ്. നമ്മുടെ കളറിന് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്, കളർ പോകാതെ നിലനിൽക്കാൻ മുടിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഒരു പിഞ്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് ഇട്ട് കൊടുക്കേണ്ടത് അലോവേര ജെല്ലാണ് ഇട്ട് കൊടുക്കേണ്ടത്. അലോവേര ജെല്ലും വളരെ നല്ലതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ തേയിലവെള്ളം, കോഫി പൗഡർ, തേയിലപ്പൊടി, കോഫി പൗഡറും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് തിളപ്പിച്ച് കുറുക്കിയെടുത്ത വെള്ളമാണിത്. ഓരോ ടീസ്പൂൺ തേയിലപ്പൊടി അതുപോലെ 1 ടീസ്പൂൺ കോഫി പൗഡർ കൂടി ഇട്ട് തിളപ്പിച്ച് 2 ഗ്രാമ്പും കൂടി ഇട്ട് തിളപ്പിച്ച് കുറുക്കിയെടുത്ത 1 ഗ്ലാസ് വെള്ളം കുറുക്കിയെടുത്തതാണ് ഈ ഒരു വെള്ളം. ഇതുകൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരുപാട് വെള്ളം കൂടിപ്പോവുകയും ചെയ്ത് ഒരുപാട് കട്ടിയാകുകയും ചെയ്യരുത്. അതിനുശേഷം അതിലേക്ക് നമുക്ക് നെല്ലിക്കാപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നെല്ലിക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഇതിൻ്റെ നീലാമ്പരിയുടെ കൂടെ ഇതുകൂടെ നെല്ലിക്കാപ്പൊടിയും കൂടെ ചേരുമ്പോൾ നമ്മുടെ മീശയാണെങ്കിലും തലമുടിയാണെങ്കിലും നല്ല കറുപ്പാകും കേട്ടോ. നല്ല രീതിയിൽ നല്ല മാസങ്ങളോളം കളർ നിലനിൽക്കും. എപ്പോഴും കെമിക്കലൊന്നും മേടിച്ച് തലയിൽ പറ്റേണ്ട കാര്യമില്ല. നിങ്ങൾ ഹെന്ന ചെയ്തതിന് ശേഷം ഇങ്ങനെ നിങ്ങൾ നീലാമ്പരിപ്പൊടി തലയിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കൂ. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. ഫുള്ള് നരച്ച മുടിയിൽ തന്നെ ഞാൻ ഈ നീലാമ്പരിപ്പൊടി ഇടുന്ന വീഡിയോ, ഹെന്ന ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ല റിസൾട്ട് കിട്ടിയ വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് അതുപോലെ കണ്ടു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാം. എൻ്റെ പപ്പയുടെ തലയിലാണ് ഞാൻ അന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചത്. ഫുള്ള് നരച്ച മുടിയായിരുന്നു. അത് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. എൻ്റെ ഇക്കയുടെ മീശയിൽ മാത്രമാണ് ഇപ്പോൾ ഇവിടെ നരച്ചിരിക്കുന്നത്. അപ്പോൾ ഹെന്ന ചെയ്ത് ഇപ്പം ചുമന്നൊരു കളറായിട്ടല്ലേ ഹെന്ന ചെയ്യുമ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, എനിക്ക് കാണാൻ പറ്റും, വീഡിയോയിൽ കാണാൻ പറ്റും. ഈ മീശയിലേക്കാണ് ഞാനിപ്പോൾ ഈ മിക്സ് നീലാമ്പരിയുടെയും നെല്ലിക്കാപ്പൊടിയുടെയും മിക്സ് ഇങ്ങനെ ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിറ്റേ ദിവസം ഞാനത്തെ റിസൾട്ടോടെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ടൈം എത്രയുണ്ട് അതിനനുസരിച്ച് വെക്കാം, അല്ലെങ്കിൽ 20 മിനിറ്റ് മാത്രം വെച്ചാലും മതി കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ കണ്ടില്ലേ, ഇക്കയുടെ മീശ ഞാൻ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു മണിക്കൂറോളം വെച്ച് കൊടുക്കുന്നുണ്ട്. രാത്രിയിലാണ് ഇത് ചെയ്ത് മീശയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് കഴുകി കളയുന്നത്. കണ്ടേ, കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ കളർ അങ്ങ് മാറാൻ തുടങ്ങും. കുറേ കഴിയുമ്പോൾ നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ആ ഒരു മിക്സ് വരുന്നതാണ് കേട്ടോ. അങ്ങനെ തന്നെ കുറച്ച് നേരം വെക്കുമ്പോൾ കറക്റ്റ്. അപ്പോൾ നമുക്ക് താടിയിലൊക്കെ നിങ്ങൾക്ക് താടിയൊക്കെ ഇപ്പോൾ താടിയില്ലാത്ത കാരണം താടിയുടെ സൈഡിൽ ഇങ്ങനെ ചുണ്ടിന് താഴെയായിട്ട് കുറച്ച് നരച്ചമുടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കറുപ്പിക്കാൻ നോക്കി കുറച്ച് പുറത്തി കൊടുത്തിട്ടുണ്ട്. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടുക. താടിയിലൊക്കെ ഇതുപോലെ നരച്ചമുടി ഉള്ളവർ ഹെന്ന ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. എൻ്റെ തലമുടിയിലാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഒരു സൈഡിലെല്ലാം ചെറിയ നരയുണ്ടെന്ന് കണ്ടോ. ഞാനിത് മുടിയിലെല്ലാം ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യമേ ഒരു ഡാർക്ക് ഷെയ്ഡേ വരത്തുള്ളൂ.
പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു നരച്ച മുടി നല്ല കറുപ്പായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് ഒരു സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണം. അപ്പോൾ ഇത് കണ്ടില്ലേ, എൻ്റെ പപ്പയുടെ തലമുടിയാണ്. 80 വയസ്സുള്ളൊരു പപ്പയാണ് കേട്ടോ. അപ്പോൾ ഈ പപ്പയുടെ തലമുടി ഞാൻ കറുപ്പിച്ചത് ആ ഒരു മെത്തേഡിലൂടെ തന്നെയാണ് കേട്ടോ. ഞാനിത് എൻ്റെ ആദ്യം ഹെന്ന ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് നീലാമ്പരി തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തത്. നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, എൻ്റെ ഇക്കയുടെ മീശ കണ്ടില്ല, അടിപൊളിയായിട്ട് ഇവിടെ കറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലും നല്ല കറുപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ ഒന്നും കൂടെ നീലാമ്പരി ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് കഴുകിയ ഉടനെ ഉള്ള റിസൾട്ടാണ് കേട്ടോ. ഇനി ഇത് ഇരിക്കും തോറും നല്ലപോലെ കറുക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളോട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.